ഇന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. നമ്മളെ സൈഡിലൊന്നും അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ട് ഞാനിതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു കുഞ്ഞു മാങ്ങ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് ഇതിന് ബെസ്റ്റ് ചട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഈ മാങ്ങ തെച്ചും ഇടുക. എന്നിട്ട് 3 പച്ചമുളകില്ലേ അത് കീറിയിട്ട് അതും ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും എല്ലാം അതിലൊത്തിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം, എത്ര വെള്ളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അത് മുങ്ങാത്തതുകൊണ്ട് പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓണാക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം തിളച്ച് ഇതൊന്ന് വേവില്ല. ആ വെന്ത് വരുന്നവരെ കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ച് കുറച്ച് സമയം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നല്ലോണം വേകണം, എന്നാൽ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനൊക്കെ അരപ്പ് വേണം. അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും വേണം. അപ്പോൾ കുരുമുളക് ഓൾറെഡി പൊടിച്ചതുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒത്തിട്ടില്ല എന്നേ ഉള്ളൂ. കുറച്ച് കുരുമുളകും കൊണ്ട് കുറച്ച് എരിവ് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടി പിടിച്ച പോലെ ഉണ്ടാകും. അതൊന്നും സാരമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ അടി പിടിച്ച പോലത്തെ എല്ലാം അങ്ങ് മാറിക്കോളും. അല്ലാണ്ട് അവിടെ തന്നെ നിൽക്കുകയൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് നല്ലോണം അടി പിടിച്ചാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും. അപ്പം ഏകദേശം നമ്മൾ മാങ്ങ ഒരു പരുവത്തിലായി. അപ്പം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അത് നോക്ക്. ഇപ്പം തന്നെ കുറച്ച് ഉപ്പും മുളകും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഇടുക. കാരണം നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് തെറ്റുമല്ലോ. ഇപ്പോൾ ഉപ്പില്ലേ തന്നെ കറീൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്തി നിന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതൊരു ഒരു പുളിപ്പ്, നമ്മൾ ഇഞ്ചിക്കറിയല്ലോ അല്ലേ, ആ ഒരു ടെക്സ്ചറിൽ വരുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഈ തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് ഈ അരച്ചത് കുറച്ച് നല്ലോണം ഒന്ന് കുറുകണം. ഞാനൊരു 2 കഷ്ണം വെള്ളം ഇട്ടു. ഒരു മധുരം ബാലൻസ് ആകും. ഈ സാധനത്തിന് മധുരവും ഉണ്ട്, ഉപ്പും ഉണ്ട്, പുളിയും ഉണ്ട്, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞേരം കുറച്ച് തൈര് അതേ മിക്സീൻ്റെ ജാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച്, ഇനി തിളക്കാനൊന്നും പാടില്ല. നമ്മൾ കുറേ സമയം വെക്കുകയൊന്നും ചെയ്യരുത്. നേരെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സാക്കുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലെയിം കൂട്ടിയിട്ട് അങ്ങനെ കുറുക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ കറി സെറ്റായി. ഇനി നമുക്ക് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലെല്ലാം കൂടിയിട്ട് വറൽ കഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മാങ്ങാ പുളിശ്ശേരിക്ക്.